ശലഭം പാർട്ട് 27. അവരുടെ കല്യാണം എന്നാണെന്ന് അറിയാതെ എങ്ങനെയാ? വിവാഹം ഈ മാസം തന്നെ ആയിരിക്കുമെന്നല്ലേ പറഞ്ഞത്? ദീപകിന്റെ കൂട്ടുകാരൻ ഒരു സംശയത്തോടെ ചോദിച്ചു. അതറിയാനെല്ലാം വഴിയുണ്ട്. അവളുടെ ആ കൂട്ടുകാരിയെ കിട്ടിയാൽ മതി. എന്ത് സംഭവിച്ചാലും ആ കല്യാണം ഞാൻ മുടക്കും. പിന്നെ ആ ഗായത്രി, അവരെ നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവരുടെ കാര്യം കഴിഞ്ഞാൽ കരിവേപ്പില അത്രേ ഉള്ളൂ അവൾക്ക്. ദീപക് ഒരു പുച്ഛത്തിൽ പറഞ്ഞു. ദീപക്, അവളുടെ ആ കൂട്ടുകാരി പാർവണ വരുന്നു. അവരെ കണ്ടതും ദീപക് ചാടിയിറങ്ങി. ഷെടാ, ഇവളിത് എവിടെയാ പോയത്? കണ്ടിട്ട് 3 ദിവസമായല്ലോ. തനിച്ച് നടന്നു വരുന്ന പാർവണയെ നോക്കിക്കൊണ്ട് വിവേക് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. പാർവണ, പാർവണ, നിൽക്ക്. വിവേക് അത് വിളിച്ചതും നീയോ? അല്ല, നിന്റെ കൂട്ടുകാരെല്ലാം എവിടെ? ഇപ്പൊ 3 ദിവസമായിട്ട് തനിച്ചാണല്ലോ. വിവേക് ഒരു സംശയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. നീയെങ്കിലും എന്റെ സങ്കടം ചോദിച്ചല്ലോ. ബാമയുടെ കാലിന്റെ മാറുന്നേ ഉള്ളൂ. നീലിക്കാണെങ്കിൽ കല്യാണ തിരക്കും. ഇനിയിപ്പോ ബാമയും നീലിയും കോളേജിലേക്ക് പെട്ടെന്നൊന്നും കാണില്ല. ഞാൻ തനിച്ചു. ഒരു നെടുവീർപ്പോടെ പാർവണ അത് പറഞ്ഞതും, എന്ത് കല്യാണമോ? നിന്നോട് പറഞ്ഞില്ലേ, നീലിപ്പോ കോളേജ് വരാറില്ലല്ലോ, അതായിരിക്കും. നിനക്ക് ബാമ വിളിക്കുമായിരിക്കും. ഈ മാസം 26-ന് നീലിയുടെ കല്യാണമാ. ഇവിടെ മാത്തമാറ്റിക്സിന് പഠിക്കുന്ന ഒരു ശ്രീകാന്ത് സാറിനെ അറിയില്ലേ? അതാണ് വരൻ. അവരെല്ലാം ഫാമിലിയാ. വേണമെങ്കിൽ സാറിന്റെ മുറപ്പെണ്ണാണെന്നും പറയാം. പാർവണ പറയുന്നതെല്ലാം കേട്ടതും വിവേക് ഞെട്ടിത്തരിച്ചത് കേട്ടു നിന്നു. എന്നാ ഞാൻ ക്ലാസ്സിൽ പോകട്ടെ, കുറച്ച് എഴുതാനുണ്ട്. പാർവണ അതും പറഞ്ഞ് നടന്നു പോകുന്നത് വിവേക് ഞെട്ടലോടെയാണ് നോക്കിയത്. നീലിയുടെ കല്യാണമോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വാക്കുകൾ കേട്ട് അവൻ തരിച്ചു നിന്നു. അങ്ങനെ ചോദിക്കാതെ തന്നെ ഉത്തരം കിട്ടി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ദീപക് മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി. ദിവസങ്ങൾ അതിവേഗതയിൽ കൊഴിഞ്ഞു പോയി. പിന്നീട് ശ്രീകാന്തോ നീലിയോ തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ 2 പേരും അവരുടെ സങ്കടം ഉള്ളിൽ കൊണ്ട് നടന്നു. ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നീലി കോളേജിലേക്ക് പോകാറില്ല. കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വയറുവേദനയാണെന്ന് പറഞ്ഞ് നീലി ഒഴിഞ്ഞു. അതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ശ്രീകാന്തും ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞ് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയില്ല. നീലി ബാമയുടെ അടുത്തേക്ക് പോലും പോകാറില്ല. ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു അവൾ. ഇനി കല്യാണത്തിനാകെ 8 ദിവസമേ മുമ്പിലുള്ളൂ. എന്നിട്ടും എന്താ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ശ്രീയേട്ടൻ പറയാതിരുന്നത്? ഒരു കല്യാണ പെണ്ണായി ആ പന്തലിലേക്ക് പോകേണ്ടി വരുമോ? ഗായത്രി മിസ് ഭാഗ്യമുള്ളവളാ. മിസ് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. എല്ലാം സത്യമായിരുന്നു. ആദ്യം തന്നെ എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരില്ലേ? എന്തിനാ എനിക്ക് ഇത്ര ആശ നൽകിയത്? ഇപ്പം ഞാൻ എല്ലാം കൊണ്ടും തനിച്ചായ പോലെ. ബെഡിലേക്കിരുന്ന് ചുമരിലേക്ക് ചാരിരുന്ന് ഓരോന്ന് ആലോചിക്കുകയായിരുന്നു അവൾ. നീലി! അപ്പോഴാണ് ബാമയുടെ ശബ്ദം അവിടെ കേൾക്കുന്നത്. എന്താ എന്ന പോലെ നീലി ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ ഹരിയും ബാമയും സ്നേഹയും കുട്ടിയുടെ സഞ്ജുവും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും പെട്ടെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് എണീറ്റു. ബാമയുടെ കാലിന്റെ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോ ആലോചനയെല്ലാം കുറച്ച് കൂടുതലാണല്ലോ. ഫുൾ ടൈം ഈ മുറിയിലിരുന്നാണോ നീ ആലോചിക്കുന്നത്? ഗൗരവത്തിലുള്ള കുട്ടേട്ടന്റെ സംസാരം കേട്ടതും എന്താ എന്ന പോലെ അവനെ നോക്കി. നീലി, നിനക്കിത് എന്താ പറ്റിയേ? ഈ വീടും ഈ റൂമും മാത്രമാണോ നിനക്ക് ഓർമ്മയുള്ളത്? എനിക്ക് കാലിന് വയ്യാത്തത് കൊണ്ടാണല്ലോ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നത്. നിനക്ക് അങ്ങോട്ട് വരാമായിരുന്നില്ലേ? അതോ എന്നെയും വേണ്ടേ? ബാമയുടെ സംസാരം കേട്ടതും നീലി സങ്കടത്തോടെ അവളെ നോക്കി. നിന്റെ ഒഴിഞ്ഞു മാറ്റം ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. സഞ്ജു അല്പം ഗൗരവത്തിൽ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ നീ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നേ? എന്താ നിന്റെ പ്രശ്നം നീലി? സ്നേഹ അത് ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്തിയതും. എന്ന് മുതലാണ് നീലി നീ ഇങ്ങനെ കള്ളം പറയാൻ തുടങ്ങിയത്? കുട്ടിയുടെ ഗൗരവത്തിൽ ചോദിച്ചതും അവൾ എന്താ എന്ന പോലെ അവരെ എല്ലാവരെയും നോക്കി. എനിക്കും സഞ്ജുവിനും അറിയാം നീലി. അന്ന് നീയും ശ്രീകാന്തും അമ്പലത്തിൽ വെച്ച് പറഞ്ഞതെല്ലാം ഞങ്ങൾ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. കുട്ടേട്ടൻ അത് പറഞ്ഞതും നീലി ഞെട്ടിധരിച്ചുകൊണ്ട് അവരെ നോക്കി. അത്രയും നേരം അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ച നീലിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. സങ്കടം വന്നു നിറഞ്ഞു.
നീ ഇതൊക്കെ ഒന്ന് തുറന്നു പറയുമെന്ന് വിചാരിച്ചു. എന്താ നീലി ഇതൊക്കെ? കുട്ടേട്ടൻ വീണ്ടും ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അന്ന് ശ്രീകാന്തിനെ പിന്തുടർന്ന് വന്നപ്പോഴാണ് നീയും അവരും സംസാരിക്കുന്നതെല്ലാം കേൾക്കാനിടയായത്. ഞങ്ങളന്ന് വന്നില്ലെങ്കിൽ ഇതൊന്നും അറിയുക പോലും ഉണ്ടാവില്ല അല്ലേ? നിന്റെ വിഷമം കണ്ട് സഹിക്കാനാവാതെയാണ് നിന്റെ അടുത്തേക്ക് വരാതിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ കുളത്തിലേക്ക് എടുത്തു ചാടുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അന്ന്. സഞ്ജു അല്പം വേദനയോടെയായിരുന്നു അത് പറഞ്ഞത്. നിന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും. അതും വിചാരിച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചാൽ അതെല്ലാം ശരിയാവുമെന്നാണോ നീലി? എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാൻ സ്വയം പഠിക്കണം, അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുകയല്ല വേണ്ടത്. അന്ന് നിന്റെ വിഷമത്തിന്റെ ഇടയിൽ ഇതും കൂടെ പറഞ്ഞ് നിന്നേറെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം മകൻ കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെട്ടവരാണ്. അവർക്ക് കിട്ടിയതാണ് നിന്നെ. എന്ത് മറന്നാലും അത് മറക്കാൻ നിൽക്കരുത് നീ. കുട്ടേട്ടൻ ഗൗരവത്തിൽ പറയുന്നതിനെല്ലാം അവൾ തലയാട്ടി നിന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാത്ത ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാനാണ്. അവിടെ വെച്ച് നീ എന്ത് തീരുമാനമെടുക്കുന്നോ അതുപോലെ ഇരിക്കും മുന്നോട്ടുള്ള നിന്റെ ജീവിതം. ഹരിയുടെ സംസാരം കേട്ട് നീലി നിറമിയോടെ തന്നെ തല താഴ്ത്തി നിന്നു. ശ്രീകാന്ത്, തനിക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇത് തുടങ്ങിയിട്ട് 1-2 ദിവസമല്ല, വർഷമായി. നീ ഇപ്പോൾ അവസാന സ്റ്റേജിലാണ്. അത് നീ മറക്കരുത്. മരുന്ന് കൃത്യസമയത്ത് തന്നെ കഴിക്കണം എന്ന് ഞാൻ പറയാറില്ലേ? നീ ഇത് എത്ര നാൾ നിന്റെ വീട്ടുകാരെ അറിയിക്കാതെ കൊണ്ടു നടക്കും? എല്ലാവരുടെയും സപ്പോർട്ട് നിനക്ക് വേണം. മാനസികമായി തളരുന്നത് നല്ലതല്ല. ഞാനൊരു ഡോക്ടറായിട്ടല്ല, നിന്റെ കൂട്ടുകാരനായിട്ടാണ് ഈ പറയുന്നത്. ഡോക്ടർ പറയുന്നതിനെല്ലാം ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു. എനിക്കറിയാം ഇനി മുന്നോട്ട് എനിക്ക് അധിക നാളൊന്നുമില്ലെന്ന്. ഡോക്ടർക്ക് പറയാൻ പറ്റുമോ ഞാൻ തിരിച്ചു വരുമെന്ന്? ശ്രീകാന്ത്, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നോട് അഡ്മിറ്റ് ആവാൻ വിളിച്ചപ്പോൾ നീ എന്നോട് ഫോണിലൂടെ ഒരുപാട് ദേഷ്യപ്പെട്ടു. അതും കൂടാതെ നിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്ന ആളോടും നീ ദേഷ്യപ്പെട്ടു. അതെല്ലാം ഞാൻ ആ ഫോണിലൂടെ കേട്ടിരുന്നു. നീ നിന്റെ സങ്കടം കൊണ്ടുള്ള ഈ ദേഷ്യം ഒന്ന് കുറക്ക്. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് മനസ്സിലാക്കാദ്യം. അവൻ ഒന്നും മിണ്ടാതെ ഡോക്ടർ പറയുന്നത് കേട്ട് അങ്ങനെ ഇരുന്നു. ലുക്ക് ശ്രീകാന്ത്, നീ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന ബോധം നിനക്കുണ്ടോ? പക്ഷേ ഈ ഇടയായി കൂടെ കൂടെ നിനക്കുണ്ടാകുന്ന തലവേദന എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കുറച്ച് ദിവസമായി നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെ നീ നിന്റെ തലവേദന പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. നീ ഇങ്ങോട്ട് വരിക തന്നെ വേണം. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെയുള്ള ഈ ഇരുത്തം ഒഴിവാക്ക് ശ്രീകാന്ത്. രോഗം ഈ അവസാന സ്റ്റേജിൽ വരെ കൊണ്ടെത്തിച്ചത് നീ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ മരുന്ന് കുടിക്കാൻ നീ തയ്യാറായിരുന്നില്ല. അന്ന് നിനക്ക് നിന്റെ ജീവിതത്തിനോട് ഒരു വിലയുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നിനക്കത് തോന്നി തുടങ്ങിയപ്പോഴേക്കും ടൈം വളരെ വൈകിപ്പോയി. ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ട് നിന്നു. ശ്രീകാന്ത്, എല്ലാം ശരിയാവും. നീ തളരാതിരുന്നാൽ മതി. അവനൊന്ന് അമർത്തി മോളി. ശ്രീകാന്ത്, നിന്റെ നല്ലതിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് കേട്ടതും അവൻ എന്തെന്ന പോലെ ഡോക്ടറെ നോക്കി. തിരിഞ്ഞു നോക്ക്. അത് കേട്ടതും ശ്രീകാന്ത് എന്തെന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കേട്ട് നിറമിയോടെ നിൽക്കുന്ന നീലിയെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മറ്റുള്ളവരും അകത്തേക്ക് വന്നിരുന്നു. അവരെ എല്ലാം കണ്ട് ശ്രീകാന്ത് അവിടെ നിന്നും എണീറ്റു. നീ എല്ലാം ഒളിപ്പിച്ചുകൊണ്ട് നടന്ന ആരുമൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ നീ? ഹരി ഗൗരവത്തെ ചോദിച്ചു. എല്ലാവരുടെയും മുഖത്ത് ഒരേപോലെ ഗൗരവമായിരുന്നു. ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നീലിയെ തന്നെ നോക്കുകയായിരുന്നു. നീ ഇവളെ കുറിച്ച് എന്താ ശ്രീകാന്ത് വിചാരിച്ചു വെച്ചത്? ഇവൾക്ക് നിന്റെ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണോ? കുട്ടേട്ടൻ നീലിയെ പിടിച്ച് ശ്രീകാന്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഒന്നും പറയാതെ നിനക്ക് വേറെ പ്രേമമുണ്ട്? മണ്ണാ കേട്ട, എന്തൊക്കെ നീ പറഞ്ഞത്? അന്ന് അവളെ അതേ കുളത്തിൽ ചാടി ഇല്ലാതെ ആയിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? ആലോചിച്ചിട്ടുണ്ടോ നീ? സഞ്ജിത്ത് പറയുന്നത് കേട്ടതും ശ്രീകാന്ത് ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി.
ആ ഉത്സവ പറമ്പിൽ വെച്ചുണ്ടായ ഇവളുടെ സങ്കടത്തിൻ്റെ കാരണം മനസ്സിലാക്കാൻ നിന്റെ പുറകെ ഞാനും സഞ്ജുവും ഒരുപാട് നടന്നു. അങ്ങനെയാണ് ഒടുവിൽ നിന്റെ മുറിയിൽ നിന്നും നീ ഒളിപ്പിച്ചു വെച്ച ഹോസ്പിറ്റൽ കടലാസുകൾ ഞങ്ങൾ കിട്ടുന്നത്. അന്വേഷിച്ചു വന്നപ്പോൾ ഈ ഡോക്ടർ ഹരിയുടെ സീനിയർ ഡോക്ടറാണ്. അതുമായി എല്ലാം ഞങ്ങൾ അറിഞ്ഞതാ. എന്നിട്ടാണ് നിന്റെ കുളത്തിൻ്റെ അവിടെ വെച്ചുള്ള സംസാരവും ഇവളുടെ കുളത്തിലേക്കുള്ള ചാട്ടവും. കാരണം അറിയാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. ഒരു പ്രാവശ്യം പോലും നിന്റെ പേര് അവളുടെ വായിൽ നിന്നും ചാടിയിട്ടില്ല. അവൾ പറയില്ലെന്ന് ഉറപ്പായപ്പോൾ ഇങ്ങോട്ട് നേരിട്ട് കൊണ്ടുവന്നതാ ഞാൻ. കുട്ടേട്ടൻ ഗൗരവത്തിൽ പറഞ്ഞു. നീലി നിറമീയോടെ അവൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങിയതും അവളുടെ കണ്ണുനീർ കണ്ട് സഹിക്കാനാവാതെ ആ കൈ അവൻ വലിച്ചു. അവളത് കണ്ട് നിറമീയോടെ അവനെ നോക്കി. അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൾ കൈ കൊണ്ട് ആംഗ്യം കാണിക്കാൻ തുടങ്ങിയതും അവൻ വേദനയോടെ നോക്കുന്നത് കണ്ടതും നീലി ധൃതിയിൽ ചുറ്റും നോക്കി. ഡോക്ടറിന്റെ മുമ്പിലുള്ള പേപ്പറും പേനയും എടുക്കാനായി അവൾ കൈ നീട്ടിയതും ശ്രീകാന്ത് അത് തടഞ്ഞു. നീ ആംഗ്യം കാണിച്ചോ നീലി? എനിക്ക് മനസ്സിലാവും നീ പറയുന്നത്. അത് കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്തിനായിരുന്നു ഇതൊക്കെ? ഞാൻ എത്ര സങ്കടപ്പെട്ടു പോയി എന്നറിയോ? ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് പലതും ഞാൻ വിചാരിച്ചു പോയി. എന്നെ തന്നെ ഞാൻ വെറുത്തുപോയി. എൻ്റെ കുറവിനെ അംഗീകരിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ഏതവസ്ഥയും ഞാൻ അംഗീകരിക്കുമെന്ന് എന്തുകൊണ്ട് മനസ്സിലായില്ല? ഇത്രയും ദിവസം ഞാൻ ഓരോ ദിവസവും ആ റൂമിൽ കിടന്ന് ഉരുകുകയായിരുന്നു. നീലി ആംഗ്യത്തോടെ പറയുന്നത് കണ്ട് ശ്രീകാന്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല. എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് സംസാരിക്കു ശ്രീയേട്ട. ആ മനസ്സിൽ ഞാനില്ലേ? എന്തിനാ എല്ലാം മറച്ചു വെച്ച് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എല്ലാം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇത്രക്ക് വേദനിക്കില്ലായിരുന്നു. നീലി വീണ്ടും ആംഗ്യം കാണിച്ചതും നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല നീലി. അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ആ കല്യാണം നടക്കട്ടെ, പക്ഷേ വരനായി ഞാൻ അവിടെ വരില്ല. എനിക്കതിന് കഴിയില്ല. ശ്രീകാന്ത് വിഷമത്തോടെ പറഞ്ഞതും ശ്രീകാന്ത് എന്തൊക്കെ ഈ പറയുന്നേ എന്ന ബോധം നിനക്കുണ്ടോ? ഹരി ദേഷ്യത്തിൽ ചോദിച്ചു. നല്ല ബോധം എനിക്കുണ്ട്. നിങ്ങൾക്കെല്ലാം ഭ്രാന്താണോ? ഇവളെ ഞാൻ വിവാഹം കഴിച്ചാൽ വിധവയായി കാണാനാണോ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവന് അധികം നാളില്ല. ഇവളെ ഇങ്ങനെ ഒന്നുമല്ലാതെ വേദനിപ്പിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. ആ കണ്ണുനീരിൻ്റെ ഇടയിലും ശ്രീകാന്ത് ദേഷ്യത്തിൽ പറഞ്ഞു. ശ്രീയേട്ട, നീലിക്ക് നിങ്ങളെന്ന് വെച്ച ജീവനാണെന്ന് നിങ്ങൾക്കും അറിയാലോ. നിങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ ഇവളുടെ മുഖത്തുള്ള ആ സന്തോഷവും പുഞ്ചിരിയും വേറെ ആരുടെങ്കിലും കൂടെ ഉണ്ടാവുമ്പോൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭാമ സങ്കടത്തോടെ ചോദിച്ചു. തുടരും. കഥ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.